ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും നവോദയയ്ക്കൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. പകുതി ആൾക്കാരും ബുക്കൊക്കെ വാങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും നവോദയനെ കുറിച്ച് അറിഞ്ഞ് നവോദയയിലേക്കൊന്ന് ആഞ്ഞു പിടിച്ചാലോ എന്നുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ളൊരു മെയിൻ സംശയമാണ് സിലബസ് ഒക്കെ എങ്ങനെയാണ്, എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാത്സിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടോപ്പിക്ക് ഈ പ്രാവശ്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, സിലബസ് അറിയാം. ഇപ്പം ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും, നമ്മളൊരു പുതിയ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് എഴുതി വെക്കുമോ, ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും ബേസ് കാര്യം എന്ന് പറയുന്നത്. അത് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തേക്ക് എന്തൊക്കെ ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്, ആ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. അപ്പം അത് തീരുമ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഇത്രയും തീർത്തു, അപ്പം നമുക്ക് അടുത്തത് പഠിക്കാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ഒന്നും അറിയില്ല, സിലബസ് ഒന്നും അറിയില്ലെങ്കിലോ എവിടെന്നെങ്കിലും നമ്മൾ ചവറ് പോലെ കുറച്ച് സാധനങ്ങൾ വാരിയിട്ട് പഠിക്കണം, എല്ലാം കൂടെ മിക്സപ്പായി നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ അല്ല, നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴേ കോൺഫിഡൻസോടെ തന്നെ പഠിക്കാൻ തുടങ്ങണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മാത്സിൻ്റെ സിലബസ് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. എല്ലാവരും നല്ല രീതിയിൽ അതൊന്ന് കാണുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ടെസ്റ്റിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെയാണ്. 20 ക്വസ്റ്റ്യൻ ആണുള്ളത്. മാർക്ക് എന്ന് പറയുന്നത് 25 കേട്ടോ. 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 25 മാർക്ക്. ഈ അരിത്തമെറ്റിക് ടെസ്റ്റ് എന്നായിരിക്കും നമുക്ക് നവോദയ സിലബസിലൊക്കെ വരുന്നത്. ഇതെന്താണ്? മാത്സ് തന്നെയാണ് കേട്ടോ. അരിത്തമെറ്റിക്സ് എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾക്ക്. 20 ക്വസ്റ്റ്യൻ 25 മാർക്കും. എത്ര മിനിറ്റ് ഉണ്ടാവും? അവർ തരുന്നത് 30 മിനിറ്റ്സ് ആണ് നമുക്ക് സമയം കേട്ടോ. ഈ 30 മിനിറ്റ് കൊണ്ട് 20 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന മിടുക്കികളും ആവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് അവരും ലക്ഷ്യമിടുന്നത്, ഇത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് വരുന്നില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടോ. നെഗറ്റീവ് മാർക്ക്, ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്കില്ല. നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആൻസർ ചെയ്യാം. അവർ തെറ്റിപ്പോയാലും അതിന് മൈനസ് മാർക്ക് ഒന്നും ഇടത്തില്ല. നമ്മുടെ എക്സാം OMRലായിരിക്കും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് സിലബസിലേക്ക് പോകാം. സിലബസിലേക്ക് നോക്കിക്കേ. ഒന്നാമത്തേത് നമ്പർ ആൻഡ് ന്യൂമറിക് സിസ്റ്റം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 5ാം ക്ലാസ്സിലെ നമ്മൾ 4ാം ക്ലാസ്സിലെ നമ്പർ സിസ്റ്റം പഠിക്കുന്നില്ലേ? 1s 10s 100 1000 10,000 വരെയൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതും അതേപോലെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പർ, വോൾ നമ്പർ, കൗണ്ടിങ് നമ്പേഴ്സ്. ഇപ്പം ഇതിനെല്ലാം ചിലതൊക്കെ ഒരേപോലത്തേതാണ്, പല പല പേരിൽ അറിയപ്പെടുന്നു. അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾ നമ്പേഴ്സ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. റോമൻ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമ്പേഴ്സിനെ പറ്റി പഠിക്കുന്ന നമ്മുടെ ബേസ് ചാപ്റ്റർ ആണ് നമ്പർ ആൻഡ് ന്യൂമറിക് സിസ്റ്റം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററും നമ്പർ ആൻഡ് ന്യൂമറിക് സിസ്റ്റത്തിൽ നിന്നായിരിക്കും കേട്ടോ. പേര് കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ നമ്പർ സിസ്റ്റം തന്നെ 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ കുറച്ചും കൂടിയ ലെവൽ. എല്ലാ ക്ലാസ്സുകളിലും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ 6ലേക്ക് കയറിയാലും എന്താ, 5 പഠിച്ചതിൻ്റെ കൂടുതൽ. കാരണം 5ൽ നമ്മൾ നന്നായിട്ട് പഠിച്ചാലും നമുക്ക് 6ലും അതിൻ്റെ ഒരു എസൻസോടെ പോയാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നോക്കിക്കേ, ഇനി സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ വോൾ നമ്പേഴ്സ്. അപ്പം ഈ വോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയാവുന്നവർക്കല്ലേ നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോരാൻ പറ്റുള്ളൂ. ഈ വോൾ നമ്പേഴ്സ് എവിടെയാണ് പഠിക്കുക? നമ്പർ ആൻഡ് ന്യൂമറിക് സിസ്റ്റത്തിലാണ് വോൾ നമ്പേഴ്സ് ഒക്കെ എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ആ വോൾ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ഓപ്പറേഷൻ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷനൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ചില സ്കൂളുകളിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചില സ്ഥലത്ത് അത്യാവശ്യം ഡിവിഷൻസ് ചെയ്യുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും നമുക്കിവിടെ ഇച്ചിരി കൂടെ ഹയർ ലെവലിലായിരിക്കും ഡിവിഷൻസ് ഒക്കെ വരിക. അത് നമ്മൾ പഠിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ വോൾ നമ്പേഴ്സ് വെച്ചിട്ടുള്ള എങ്ങനെ രീതിയിൽ ചോദിച്ചാലും ചെയ്യുന്ന രീതിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചുമ്മാ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല, അത് ക്വസ്റ്റ്യൻ രൂപത്തിലായിരിക്കും അവർ ചോദിക്കുക. അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി 3ാമത്തേത് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ഇൻക്ലൂഡിങ് ദെയർ പ്രോപ്പർട്ടീസ്. ഇത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് സിമ്പിളായിട്ട് പോരും.
ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോകും. ഘടകങ്ങൾ എന്ന് പറയും കേട്ടോ, മലയാളത്തിൽ നമ്മൾ ഘടകങ്ങൾ എന്ന് പറയും. ഓക്കെ, ഘടകങ്ങളും ഗുണിതങ്ങളും അതിൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെസിമൽസ് ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ദം. ഡെസിമൽസ് എന്ന് വെച്ചാൽ എന്താ? പോയിന്റ് ഇട്ടിട്ടുള്ള സംഖ്യകൾ അല്ലേ. പോയിന്റ് ഇട്ടിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെസിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസിമൽസ് വെച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്, അപ്പോഴും അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? പോയിന്റ് വെച്ചിട്ടുള്ള പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എവിടെ? ഈ ഡെസിമൽസ് ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസിലും വരുന്നുണ്ട്. ഇനി നോക്കിക്കേ, കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻ ടു ഡെസിമൽ ആൻഡ് വൈസ് വേഴ്സ. എല്ലാവരും ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻ പഠിച്ചില്ല എന്ന് മാത്രം പറയരുത്. ഒരു സർക്കിൾ വരച്ചു, അതിനെ 4 ഡിവൈഡ് ചെയ്തു, ഒരു പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. എന്നിട്ട് ആ ഷെയ്ഡിന്റെ ഫ്രാക്ഷൻ എഴുതാൻ നമ്മൾ പറയത്തില്ലേ 1/4, അല്ലെങ്കിൽ ഷെയ്ഡഡ് അല്ലാത്തതിൻ്റെ ആണെങ്കിൽ 3/4. അതാണ് എന്ത്? ഫ്രാക്ഷൻ. P/Q ഫോമില. അതിനൊരു ന്യൂമറേറ്ററും ഉണ്ടാവും, ഡിനോമിനേറ്ററും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൻ്റെ ആ ഫ്രാക്ഷനെ എന്തിലേക്ക് മാറ്റുക? പോയിന്റിലേക്ക് മാറ്റാനും പോയിന്റിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാനും. അപ്പൊ പോയിന്റിനെയൊക്കെ ഫ്രാക്ഷനിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ നല്ലപോലെ പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് ചാടാൻ പറ്റുള്ളൂ. കണ്ടോ, എല്ലാം ഒരു കണക്ഷനിലല്ലേ പോകുന്നേ. അപ്പൊ ഇതേപോലെ എല്ലാത്തിനെയും നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ സുഖമായിട്ട് നമുക്ക് നവോദയ കയ്യിലിരിക്കും കേട്ടോ. അടുത്തത് 6ാമത്തെ ചാപ്റ്റർ മെഷർമെന്റ് ഓഫ് ലെങ്ത്, മാസ്, കപ്പാസിറ്റി, ടൈം, മണി. എന്തൊക്കെയാ അവിടെ പറയുന്നത്? നമ്മുടെ കിലോഗ്രാം, ഗ്രാം, സെന്റിമീറ്റർ, മീറ്റർ, അതേപോലെ തന്നെ ടൈം പറയുന്നുണ്ട്, മണി പറയുന്നുണ്ട്, കപ്പാസിറ്റി, ലിറ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് പറയുന്നുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒരു മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ, ഒരു കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ പറയുന്ന 6ാമത്തെ ചാപ്റ്ററിൽ വരിക. 6ാമത്തെ ചാപ്റ്റർ ഇവരായിട്ട് ഒത്തിരി കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ചില പുതിയ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 6 ചാപ്റ്റേഴ്സ്. ഇതില് 1ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 1ാമത്തെ ചാപ്റ്റർ. അതേപോലെ തന്നെയാണ് കൺവേർഷൻ ഓഫ് ഫ്രാക്ഷനും ഡെസിമലും. ഇവർക്കൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി വരുന്ന ഇപ്പൊ ഇത് ഇത്ര ഒരു ബേസ് ചാപ്റ്റേഴ്സാണ്. ഇതെല്ലാം നിങ്ങൾക്ക് പറയുമ്പോൾ ബേസ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചതിൻ്റെ തന്നെ കുറച്ച് കൂടുതൽ രീതിയിൽ അപ്ലിക്കബിൾ ലെവലിൽ വരും. ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടെ ടഫാണ്. ടഫെന്ന് സാറ് പറയും, നിങ്ങൾ പഠിച്ച എന്താ? സിമ്പിളാണ് അല്ലേ? പേടിപ്പിക്കുമല്ലോ നിങ്ങൾ ആദ്യമേ. സിമ്പിളാണ്, നിങ്ങൾ പഠിച്ച സിമ്പിളാണ്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ സുഖമായിട്ട് ഫ്രാക്ഷനൊക്കെ ഡെസിമലിലേക്കൊക്കെ മാറ്റാൻ പഠിച്ചവർ നേരെ ഫ്രാക്ഷൻസിൻ്റെ വലിയ ചാപ്റ്റേഴ്സിലേക്ക് ചെല്ലുമ്പോൾ സിമ്പിളായിട്ട് ചെയ്തു പോരും. അതിലൊന്നും പേടിക്കാനില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ 7ാമത്തെ ചാപ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ. സിംപ്ലിഫിക്കേഷൻ ആണ്. നമുക്ക് ഒരു ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ക്രിയകൾ ഉണ്ടാവും. ലഘൂകരിക്കുക എന്ന് പറയും. ക്രിയകൾ എന്ന് പറയുമ്പോൾ സൈൻസ്, പ്ലസ്, മൈനസ്, ഡിവിഷൻ, ഇൻറ്റു, ഓഫ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ പഠിക്കുക. ശരിക്കും നമ്മൾ ബോർഡ് മാസ് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ വരുന്നത്. ഇതിലെ ഒരു 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഈ സിംപ്ലിഫിക്കേഷൻ അറിഞ്ഞവർക്ക് മാത്രമേ നമ്മുടെ ഈ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയും കൂടെ ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സും കണക്ട് ചെയ്തും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇവിടുന്ന് 2 ഓരോന്നേ ചോദിക്കാൻ പറ്റുള്ളെങ്കിൽ ഇവർ 2 പേരെയും കൂടെ കണക്ട് ചെയ്തിട്ട് ആ ഒരു ടൈപ്പ് 2 ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കും. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അടുത്തതാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്. നമ്മൾ ഇച്ചിരി മുമ്പ് ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാനും ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് മാറ്റാനും ഉണ്ടെന്ന് നമ്മൾ കണ്ടോ അതെ, കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻ ടു ഡെസിമൽ ആൻഡ് വൈസ് വേഴ്സ. അപ്പം അതേപോലെ തന്നെ ഫ്രാക്ഷൻ്റെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ നമുക്കുണ്ട്. എന്തൊക്കെ നോക്കണം അതിൽ? ഫ്രാക്ഷൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും കൂടെയും വരുന്നുണ്ട് കേട്ടോ. ഫ്രാക്ഷൻ്റെ ഡിവിഷനും കൂടെ വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയാ? അതും ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഫ്രാക്ഷനിൽ തന്നെ പല ടൈപ്പിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അതൊന്ന് ഫുള്ളി എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ, ആ ബേസ് മുതലുള്ളത് പഠിച്ചാലേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും. ഡിവിഷനൊന്നും വലിയ പാടൊന്നുമില്ല. ഡിവിഷനൊക്കെ ചെയ്ത് വരുമ്പം ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ആക്കുക.
പിന്നെ നമുക്ക് സുഖമായിട്ട് അവിടെ സ്കോർ ചെയ്യാം കേട്ടോ, മാർക്ക് പോകത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ, ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല, ചരിത്രത്തിലേ ഇല്ല നവോദയയുടെ കേട്ടോ. ഇനി 9ാമത്തേന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വിത്തൗട്ട് എ കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ്. എന്താ അവർ പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, പേഴ്സൻറ്റേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കില്ല. ഇത്ര ശതമാനം പലിശയ്ക്ക് അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയാണ് ലാഭം കിട്ടി, ഇത്ര ശതമാനം ലാഭം കിട്ടിയത്, അങ്ങനെയല്ല. ജസ്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണെന്നൊക്കെ. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര ശതമാനമാണെന്ന് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഇത്രയും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല, ജസ്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്താണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ളി ഇക്വേഷൻ ബേസ്ഡ് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ഇക്വേഷൻ വെച്ചിട്ടും വെക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം തന്നിരിക്കുന്ന ഒരു 8-9 ഇക്വേഷൻ ഉണ്ട്. ആ 8-9 ഇക്വേഷൻ പഠിച്ചാൽ ഈ ചാപ്റ്റർ നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആ ചാപ്റ്ററിൽ കേട്ടോ. അതാണ് ലാഭവും നഷ്ടവും. ഓക്കെ, ഇനി അടുത്തത് 10ാമത്തെ ചാപ്റ്റർ ആണ് പെരിമീറ്റർ ആൻഡ് ഏരിയ. പരപ്പളവ്, ചുറ്റളവ്, ഈ കാര്യങ്ങളെല്ലാം ഉള്ള നമ്മുടെ ഏരിയ ആണ് എന്ത്, ഈ ഒരു ചാപ്റ്റർ കേട്ടോ. 10ാമത്തെ ചാപ്റ്റർ. ഇതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്തും ഇക്വേഷൻസ് തന്നെ. ഏതിൻ്റെയൊക്കെ? സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഈ 3 ആൾക്കാരുടെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. എങ്കിൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് മസ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസിലും ഈ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിളിൻ്റെ ഏരിയസിൻ്റെ ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. അതാണ് ഇക്വേഷൻസ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ അതും 2 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഇത് 2 നോട്ട് ചെയ്തോ, ഇക്വേഷൻ പഠിക്കാനുള്ള ചാപ്റ്റർ കേട്ടോ. മലയാളം മീഡിയത്തിനും ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു തരുന്നത്. മലയാളത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരിക കേട്ടോ. ഇതിപ്പോൾ സാർ ഇംഗ്ലീഷ് ഇതെടുത്തതേ ഉള്ളൂ. ഇത് തന്നെയാണ് നിങ്ങൾക്ക്. ഭിന്നസംഖ്യകൾ വരും, ലഘൂകരിക്കുക എന്നുള്ളൊരു ടോപ്പിക്ക് വരും, ലാഭം നഷ്ടം വരും, ചുറ്റളവ്, പെരിമീറ്റർ, ഏതിൻ്റെയൊക്കെ? ചതുരം, സമചതുരം, ത്രികോണം, ഇതിൻ്റെയൊക്കെ ചുറ്റളവും പരപ്പളവും കാണാനായിട്ട് വരും. വേറെ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് പ്രോസ്പെക്ടസിലായാലും മലയാളം മീഡിയത്തിൻ്റെ എന്ത് വരുന്നില്ല, അവരെ ഹെഡിങ് തരുന്നില്ല. ഇതിന് നമ്മൾ തന്നെ മലയാളത്തിലേക്ക് ആക്കി എടുക്കുക ചെയ്യണേ. അപ്പം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി സുഖമായിട്ട്. നിങ്ങൾ സിലബസ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി പിള്ളേരെ, വേറെ ഒന്നും പേടിക്കണ്ട. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആൻഡ് സിമ്പിൾ ആപ്ലിക്കേഷൻ. ഇപ്പം നിങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ആംഗിൾസ് ഒന്നും പഠിക്കാനില്ല. പക്ഷേ ഇത് ശരിക്കും 7ാം ക്ലാസ്സിൻ്റെ ടോപ്പിക്കാണ്, 6ലും 7ലേക്ക് ടോപ്പിക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനർത്ഥം എന്താ? അവർ പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കാണ് കഴിഞ്ഞ മുമ്പത്തെ വർഷം. അപ്പം നമ്മൾ ഇതിനെ നല്ല ശ്രദ്ധയോടെ കൂടുതൽ ലെവലിൽ പഠിക്കണം. എല്ലാം നമ്മൾ കുറച്ച് കൂടുതൽ ലെവലിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നല്ല രീതിയിൽ എന്ത് ബേസ് പഠിച്ചോ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് കൂടുതലുള്ള അത് നമ്മൾ ചെയ്യിപ്പിക്കും. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. 6ാം ക്ലാസ് ലെവലിലെയും 7ാം ക്ലാസ് ലെവലിലെയും ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. അതോർത്ത് ആരും പേടിക്കേണ്ട കേട്ടോ. എല്ലാം നമ്മളിവിടെ ചെയ്യിപ്പിക്കും CC+. നോക്കിയേ, ടൈപ്പ് ഓഫ് ആംഗിൾസ്, കോണുകൾ, ആംഗിൾ കേട്ടോ. കോണുകളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കണ്ടോ. അവിടെ തന്നെ അവർ കൊടുത്തിരിക്കുന്നത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആൻഡ് ഇറ്റ് സിമ്പിൾ ആപ്ലിക്കേഷൻ. അത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇച്ചിരി ടഫും ഒരെണ്ണം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി 12ാമത്തെ ചാപ്റ്റർ ഡേറ്റ അനാലിസിസ് യൂസിങ് ബാർ ഡയഗ്രാം, ഗ്രാഫ് ആൻഡ് ലൈൻ ചാർട്ട്. ഏതൊക്കെയാ? ഡാറ്റ അനാലിസിസ് യൂസിങ് ബാർ ഡയഗ്രാം, ഗ്രാഫ് ആൻഡ് ലൈൻ ചാർട്ട്. എന്താ? ജസ്റ്റ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഗ്രാഫ് തന്നിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഇവിടെ 2, ഇതും 2, ഇത് A ആണ്, ഇത് B ആണ്, C ആണ്. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഏത് ടീമിനാണ്. അപ്പോൾ ഏത് ടീമിനാ? C ടീമിനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും C ടീമും A ടീമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 5ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പം അങ്ങനെയുള്ള ഗ്രാഫ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്? 12ാമത്തെ ചാപ്റ്ററിൽ വരിക. അപ്പം നമ്മൾ നിലവിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു 12 ചാപ്റ്റേഴ്സ് ആണിത് കേട്ടോ. 12 ചാപ്റ്റേഴ്സ്. ഇനി പണ്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് വേണമെങ്കിൽ 13 എന്ന് പറഞ്ഞ് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണ്ട. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. ഇങ്ങനെ ഒരു 3 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെയുള്ളതാണ് പേഴ്സൻറ്റേജ്.
നേരത്തെ പറഞ്ഞില്ലേ പെർസെൻറ്റേജിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കൂല എന്ന്. പണ്ട് ഉണ്ടായിരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ ഇത്. ഇപ്പം നിലവിൽ കുറേ വർഷങ്ങളായിട്ടില്ല. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, പേഴ്സൻറ്റേജ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പേഴ്സൻറ്റേജിൻ്റെ ഒക്കെ നമ്മൾ ഇത്ര രൂപയുടെ ഇത്ര ശതമാനം എത്ര, അങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി എന്താ 7ാം ക്ലാസ് ലെവലിലേത് 5ലെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ അവരെന്ത് ചെയ്തു, ഇതങ്ങ് റിമൂവ് ചെയ്തു. പിന്നെയുള്ളത് യൂണിറ്ററി മെത്തേഡ് എന്നും പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. യൂണിറ്ററി മെത്തേഡ്. ഈ യൂണിറ്ററി മെത്തേഡില് വേണ്ട ക്വസ്റ്റ്യൻസിനെ മാത്രം ഇവരെന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയി ഫസ്റ്റ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ഇട്ടു. അവിടെയും കൂടുതലും എന്താ വരുന്നത്, പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഒക്കെ ഇല്ല. അപ്പോൾ ആ 2 ചാപ്റ്ററിലേക്ക് ഇതിനെ അങ്ങ് ഒതുക്കി. ഈ യൂണിറ്ററി മെത്തേഡിനെ 2 ചാപ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോയി അങ്ങ് ഇട്ടു. അപ്പോൾ അത് അവിടെ അങ്ങ് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നേരത്തെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ളി കളഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഇപ്പോൾ അടുത്ത പ്രോസ്പെക്ടസ് വന്നാലും നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ മെയിൻ 12 ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവിഷൻ. ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ 2+2 അറിഞ്ഞിരിക്കുന്ന മാതിരിയല്ല. നമുക്ക് എത്ര നമ്പർ വരെ അറിഞ്ഞിരിക്കണം? നമ്മൾ 4ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 1s, 10s, 100, 1000, 10,000 വരെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ 10 lakh മുതൽ crore വരെയുള്ള ആൾക്കാരെ കൂട്ടാൻ റെഡി ആയിരിക്കണം. ഇപ്പോൾ 3, 4, 6, 8, 9, 2, 1 പ്ലസ് 4, 3, 2, 1, 9, 8, 2 ഇങ്ങനെ ചോദിച്ചാൽ പടപടയെന്ന് നിങ്ങളതവിടെ ആഡ് ചെയ്തിരിക്കണം. ഈ ഒരു ടൈപ്പ് ഓഫ് വലിയ നമ്പർ. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും സബ്ട്രാക്ഷനിൽ നിങ്ങൾക്ക് വരുമ്പം 3804,300 മൈനസ് 382987 ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ഷനിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും ഇതേപോലെയൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യണം? 38428 ഇൻറ്റു 398 ഇങ്ങനെയുള്ളത് വരും. ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയുള്ളത് വരും. അപ്പോൾ നോക്കി, ഇത്രയും വലിയ ഒരു 5 ഡിജിറ്റ് നമ്പറാണ്. അതിൽ നിന്ന് എന്ത് ഒരു 3 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് അവിടെ ഉണ്ടാവണം. ഇനി സെയിം നമ്മൾ ഡിവിഷനിലേക്ക് വരുവാണെങ്കിലോ, ഡിവിഷനും അങ്ങനെ തന്നെയാണ്. ഉള്ളിൽ എഴുതുന്ന ആൾക്ക് നല്ല നീട്ടം അവർ കൊടുക്കും. എങ്ങനെ 2, 4, 6, 8, 10, 12 കൊടുത്തിട്ട് ഇവിടെ ഒരു 341 അല്ലെങ്കിൽ എന്ത് ചെയ്യാം 9628433128. ഇവിടെ ടഫ് ആവുന്നതോറും ഇവിടെ അവർ കുറച്ച് റിലാക്സേഷൻ നമുക്ക് തരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നമുക്ക് വരും. അപ്പോൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും എല്ലാവരും പഠിച്ചിരിക്കണം. ഈ വെക്കേഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാത്ത ഒരാളും വെക്കേഷൻ കഴിയുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. 1 to 10 വരെ നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. 1 to 10 വരെ ചോദിച്ചാൽ പട്ടപടയെന്നും പറഞ്ഞ് പറയാവുന്ന രീതിയിൽ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ പോലത്തെ വലിയ ചാപ്റ്ററുകൾ, അതേപോലെ തന്നെ മാത്സ് തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഏതൊരു കണക്കിൻ്റെ ആവശ്യത്തിനും എന്ത് വരുന്നുണ്ട്, ഡിവിഷൻ ചെയ്യാനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. നമ്മുടെ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ചാപ്റ്റർ ഇല്ലേ, അവിടെയും എന്തുണ്ട്, ഈ ഡിവിഷൻ മെത്തേഡും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും അതിന് അപ്ലൈ ചെയ്യാനുണ്ട്. അതാണ് നിങ്ങൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 10 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഇപ്പം എല്ലാവരും വെക്കേഷനിൽ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ 4ാം ക്ലാസ്സിലേത് നമ്പർ സിസ്റ്റമാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്പർ സിസ്റ്റം. അപ്പം അതിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കണം. ഇനി എനിക്ക് തോന്നുന്നു രണ്ടാമതായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു ലാർജ് നമ്പേഴ്സ് ആയിരിക്കും. മേ ബി ലാർജ് നമ്പേഴ്സ്, ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ലാർജ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെയും എല്ലാ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് എല്ലായിടത്തും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി, വേറെ ബുക്കൊന്നും എടുക്കണ്ട.
ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ നല്ല ബേസ് അങ്ങനെ തന്നെയുണ്ട്. ഇനി നമുക്ക് 5ലേക്ക് പതിയെ കയറാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ ഇതേപോലെ കഴിഞ്ഞ വർഷങ്ങളിലെ സിലബസ് എടുത്തു കൊടുത്ത് അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത മിടുക്കന്മാരും മിടുക്കികളുമാണുള്ളത്. ഇതല്ല, ഇനിയും ആൾക്കാരുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ CC+ൽ നമുക്ക് 170+ സ്റ്റുഡൻസിനെയാണ് ഇറക്കി വിടാൻ പറ്റിയത് നവോദയയിലേക്ക്. അപ്പോൾ അവരെല്ലാവരും ഈ ജൂൺ 2-ാം തീയതി പോയി അഡ്മിഷൻ ജോയിൻ ചെയ്യാണ്. ജൂൺ 2 മുതൽ ഇനി അവർ പഠിക്കുന്നത് നവോദയ സ്കൂളിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്കൂൾ ക്യാമ്പസിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് എന്താണ്, സെറ്റാണ് അവിടെ കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും ഇതേപോലെ വരണം എന്നുള്ള ഒരു എയിം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ മക്കളെ ഒന്നും നടക്കത്തില്ല കേട്ടോ, ഉള്ള കാര്യമാണ്. ടീച്ചേഴ്സും വീട്ടുകാരും നോക്കിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, ടീച്ചേഴ്സ് പറയുന്നതും പേരൻസ് പറയുന്നതും കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ, നിങ്ങൾക്ക് നവോദയ സ്കൂളിൽ അടുത്ത പ്രാവശ്യം പഠിക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നവോദയയിൽ അഡ്മിഷൻ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ CC+ൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത വീക്ക് മുതൽ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുവാണ്. ലൈവ് ക്ലാസ്സുകൾ സൂം ആപ്പിൽ തുടങ്ങുവാണ്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9496949929 ആണ് വിളിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. നമുക്കൊരു വർക്ക്ഷീറ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ആ ഡൗട്ട് മെൻറ്റേഴ്സിനോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം ആ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മുടെ ആപ്പിൽ എന്താണ്ടാവും, അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. വേറെ എല്ലാ സ്ഥലത്തും നിങ്ങൾ എവിടെ എന്ത് ക്ലാസ് നോക്കാൻ പോയാലും എന്താ ഓൺലൈനിലാണോ, ആ ക്ലാസ് പോയാൽ ആ ക്ലാസ് പോയി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു ദിവസം മിസ്സായിട്ടുണ്ട് എങ്കിൽ അതിനവിടെ എന്തുണ്ട്, റെക്കോർഡഡ് വേർഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെൻറ്ററിനോട് ചോദിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ CC+ൻ്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ ലോങ് ബാച്ചാണ്, ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഡീറ്റെയിൽസിന് വേണ്ടി 9496949929 നമ്പറിലേക്ക് വിളിച്ച് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അടുത്തൊരു മാത്സ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.